ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഇനി മലയാളി കമ്മ്യൂണിറ്റി വാർത്തകൾ. ഒരു കൂട്ടം അമേരിക്കൻ മലയാളികളുടെ ഒത്തൊരുമയുടെ വിജയമായി പവിഴമല്ലി എന്ന മ്യൂസിക് ആൽബം സംഗീത പ്രേമികൾക്കരികിലേക്ക് എത്തുന്നു. കേട്ടുമടുത്ത പാട്ടുകൾക്ക് അതീതമായി സംഗീതത്തിന്റെ പുതുമഴയ്ക്ക് മെയ് 28-ന് തുടക്കമാകും. മലയാളിയുടെ സംഗീത സങ്കല്പത്തിന് പുതിയ രൂപവും ഭാവവും നൽകി ഒരു കൂട്ടം അമേരിക്കൻ മലയാളികൾ അണിയിച്ചൊരുക്കിയ പവിഴമല്ലി എന്ന സംഗീത ആൽബം ഉടൻ പുറത്തിറങ്ങും. പവിഴമല്ലി പൂക്കുന്ന രാത്രിയിൽ പടിയിറങ്ങി നീ വന്ന വേളയിൽ. മലയാളത്തിന്റെ പ്രശസ്ത ഗാനരചയിതാക്കളുടെ തൂലികയിൽ വിരിഞ്ഞ മനോഹര വരികൾക്ക് ഈണം നൽകിയിരിക്കുന്നത് ഷാജി സുകുമാരനാണ്. സുപ്രസിദ്ധ ചലച്ചിത്ര പിന്നണി ഗായകരായ വിജയ് യേശുദാസ്, വേണുഗോപാൽ, ഹരിഹരൻ, വിധു പ്രതാപ് തുടങ്ങിയവർ ഈ ആൽബത്തിന്റെ വരികൾക്ക് ശബ്ദം നൽകിയിരിക്കുന്നു. മഴയുടെ നനുത്ത സ്പർശമുള്ള മഴ പോലെ കുതിർന്നൊലിക്കുന്ന പ്രണയത്തിനെ കുറിച്ചാണ് ഈ പാട്ട്. മഴയിൽ നനയും നിറമുള്ള തൂവൽ സ്വപ്നമേ. ഈസ്റ്റ് കോസ്റ്റ് ഓഡിയോസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന പവിഴമല്ലിയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അമേരിക്കൻ മലയാളികൾക്കിടയിൽ ഏറെ പ്രശസ്തനായ നിഷാന്ത് നായരാണ്. വിജേഷ് പാറയിലാണ് ഈ ആൽബത്തിന്റെ നിർമ്മാതാവ്. ന്യൂയോർക്ക് നഗരി സുന്ദരി, സ്വർഗം തോൽക്കും മോഹിനി, എന്നും ഹൃദയം തേടും കാമിനി. മനോഹര ദൃശ്യങ്ങളെ ക്യാമറക്കുള്ളിലാക്കിയത് പ്രശസ്ത ഛായാഗ്രാഹകനായ ഷാജൻ ജോർജാണ്. മലയാളി സംഗീത പ്രേമികളെ പഴമയുടെയും പുതുമയുടെയും വ്യത്യസ്ത ലോകങ്ങളിലേക്ക് എത്തിക്കുന്ന കുറച്ച് ഗാനങ്ങൾ ഉൾപ്പെടുത്തി ഒരുക്കിയിരിക്കുന്ന പവിഴമല്ലിയുടെ ഓഡിയോ റിലീസ് ഈ മാസം 28-ന് ന്യൂയോർക്കിലെ ഗ്ലെൻ ഒയാസിസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സുപ്രസിദ്ധ ചലച്ചിത്ര താരം സോന നായർ നിർവഹിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. സുന്ദരി പെണ്ണെ നിന്റെ പേരു ചൊല്ലാമോ, കണ്ടതിൽ പിന്നെ കരളിൽ സുന്ദരി പെണ്ണ്. നാട് വിട്ട് അന്യനാട്ടിൽ ജീവിക്കുന്ന അമേരിക്കൻ മലയാളികൾക്ക് ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകൾ വീണ്ടെടുക്കാൻ പവിഴമല്ലി നിങ്ങളെ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അമേരിക്കയിലും കേരളത്തിലുമായി ഒരു കൂട്ടം സംഗീതജ്ഞരും സംവിധായകരും ചേർന്നൊരുക്കിയിരിക്കുന്ന ഈ ദൃശ്യവിരുന്ന് നിങ്ങൾക്കായി സമർപ്പിക്കും. പവിഴമല്ലി പവിഴമല്ലി പൂക്കുന്ന രാത്രിയിൽ പടിയിറങ്ങി നീ വന്ന വേളയിൽ. മഴയിൽ നനയും നിറമുള്ള തൂവൽ സ്വപ്നമേ. ന്യൂയോർക്ക് നഗരി സുന്ദരി, സ്വർഗം തോൽക്കും മോഹിനി, എന്നും ഹൃദയം തേടും കാമിനി. സുന്ദരി പെണ്ണെ നിന്റെ പേരു ചൊല്ലാമോ, കണ്ടതിൽ പിന്നെ കരളിൽ സുന്ദരി പെണ്ണ്. ഇനി കേരള ഡെസ്ക്. കേരളത്തിലെ CPIM-ൽ വിഭാഗീയത കൂടുതൽ ശക്തമായി. 1964-ലെ പാർട്ടി പിളർപ്പിനെ അനുസ്മരിച്ച് VS അച്യുതാനന്ദൻ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചു. CPM സംസ്ഥാന നേതൃത്വത്തിനും സെക്രട്ടറി പിണറായി വിജയനുമെതിരെ കടുത്ത പരാമർശങ്ങളുമായി മുതിർന്ന CPM നേതാവും പ്രതിപക്ഷ നേതാവുമായ VS അച്യുതാനന്ദൻ രംഗത്ത്. പാർട്ടിയുടെ ശരിയായ നയത്തിന് വേണ്ടിയിട്ട് തെറ്റുകൾക്കെതിരായി ശരിയായ പോരാട്ടം നടത്തിയതിന്റെ ഫലമായി പിന്നിട്ട ഈ കാലയളവിനിടയിൽ പാർട്ടിയുടെ വളർച്ചയാണ്. ആ 32 പേര് ഇറങ്ങിപ്പോന്നവരുടെ ശരിയായ നയത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇന്ന് പാർട്ടിക്ക് 10 ലക്ഷത്തോളം അംഗങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പാർട്ടിയിൽ 64-ലെ പിളർപ്പിന് സമാനമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും തെറ്റിനെതിരെ പ്രതികരിക്കുന്നവരെ പുറത്താക്കുകയല്ല ശരിയായ നടപടിയെന്നും അദ്ദേഹം തുറന്നടിച്ചു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
64-ൽ പിളർന്നുപോയവരെ അന്നത്തെ സെക്രട്ടറി SA ഡാംഗെ വിളിച്ചതും വർഗവഞ്ചകർ എന്നാണ്. പക്ഷേ ആ വർഗവഞ്ചകരുടെ കൂടെയാണ് പിന്നീട് ജനങ്ങൾ അണിനിരുന്നത്. തികച്ചും ഏകാധിപത്യപരമായ സ്വഭാവത്തോടുകൂടി ചെയർമാൻ SA ഡാംഗെ 1/3 വരുന്ന നാഷണൽ കൗൺസിൽ അംഗങ്ങളുടെ അഭിപ്രായത്തെ തിരസ്കരിക്കുകയും ഞങ്ങളെ വർഗവഞ്ചകന്മാരെന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതാണ്. 64 കഴിഞ്ഞിട്ട് കൊല്ലങ്ങൾ 10-48 കഴിഞ്ഞു. ലീഗോ കോൺഗ്രസോ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് പാർട്ടി സെക്രട്ടറിയുടെ വാക്ക് അവസാന വാക്കല്ല. ഇക്കാര്യത്തിൽ VV ദക്ഷിണാമൂർത്തിക്ക് ധാരണ പിശക് പറ്റിയതാണെന്ന് തോന്നുന്നു. ഒഞ്ചിയം പ്രശ്നം കൈകാര്യം ചെയ്തപ്പോൾ ആ നാടിന്റെ സമര പാരമ്പര്യം ഓർക്കേണ്ടതായിരുന്നു എന്നും VS കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗും കോൺഗ്രസും പോലെ ഹൈക്കമാൻഡ് നിശ്ചയിക്കും, ഹൈദരാലി ശിഹാബ് തങ്ങൾ നിശ്ചയിക്കും. ഇങ്ങനെയുള്ള രീതിയല്ല CPIM എന്നത്. നയപരമായ കാര്യത്തെ സംബന്ധിച്ചെല്ലാം വിശദമായി ചർച്ച ചെയ്ത് എന്ത് തീരുമാനമാണ് കൈക്കൊള്ളേണ്ടതെന്ന് തീരുമാനിക്കാനും അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നിലപാടായിട്ടാണ് ഞാൻ കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ അഭിപ്രായം പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് ഈ പാർട്ടികളെ ലീഗിനെ പറ്റിയും കോൺഗ്രസിനെ പറ്റിയും ഒക്കെയുള്ള നിലയിലാണ് സെക്രട്ടറി പറഞ്ഞാൽ പിന്നെ അതാണ് അവസാനം എന്നുള്ള നിലയിലുള്ള ധാരണ വെച്ചുകൊണ്ടാണ് സഹാബ് മൂർത്തി ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ അംഗീകരിക്കുന്നില്ല. VSന്റെ നിലപാട് CPM-നെ കടുത്ത പ്രതിസന്ധിയിലാക്കുമെന്ന് ഉറപ്പാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അൽ ഖ്വയ്ദ ഭീകരർ ലോകത്തിന്റെ ഏതു കോണിൽ ഒളിച്ചാലും അവരെ അമേരിക്ക പിന്തുടരുമെന്ന് ലിയോൺ പനേറ്റ. സ്വവർഗ വിവാഹങ്ങൾക്കുള്ള നിയമപരിരക്ഷ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമാകുന്നു. പ്രമുഖ അമേരിക്കൻ സ്പോർട്സ് കാർ ഡിസൈനർ കരോൾ ഷെൽബി അന്തരിച്ചു. കേരളത്തിലെ CPIM-ൽ ഭിന്നതകൾ രൂക്ഷമാകുന്നു. 1964-ലെ പാർട്ടി പിളർപ്പ് ഓർമ്മിപ്പിച്ചുകൊണ്ട് VSന്റെ പത്രസമ്മേളനം. നിങ്ങൾക്കും പ്രതികരിക്കാം MCN ന്യൂസിലൂടെ. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം news@mcntelevision.com. ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി.